കോട്ടയത്തെ മറ്റക്കരയിലെ ദേവനന്ദൻ്റെ മുത്തശ്ശൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ദേവനന്ദൻ എപ്പോഴാണ് അവസാനമായിട്ട് വരുന്നത്? ഓണത്തിൻ്റെ ഉത്രാടത്തിന് നാളെന്ന് വന്നു. തിരുവോണം കഴിഞ്ഞ് ഉച്ചയായപ്പോൾ അവർ അമ്മ വീട്ടിലോട്ട് പോയി. അത് അവിടെ നിന്ന് പിന്നെ അവർ മലപ്പുറത്ത് തന്നെ പോവുകയത്. ദേവനന്ദൻ്റെ അച്ഛനും അമ്മയൊക്കെ മലപ്പുറത്താണ് ജോലി ചെയ്യുന്നത്. അതെ അതെ. അധ്യാപകനാണ്, ഒരാൾ സെയിൽസ് ടാക്സ് ഓഫീസറാണ്. അതെ, രണ്ടുപേരും അച്ഛനും അമ്മയും അവിടെ തന്നെയാണ് ജോലി. ചേട്ടൻ പോണ്ടിച്ചേരിയിൽ 3-ാം വർഷ MBBS കാരനാണ്. ഈ ദേവനന്ദ് 10ാം ക്ലാസ് വരെ കോട്ടയ്ക്കിലാണ് പഠിച്ചത്. അതെ. അവിടെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ, അങ്ങോട്ട്. അത് കഴിഞ്ഞ് ഇവിടെ ആനക്കല്ലിൽ +1 +2 നീറ്റും കൂടെ ഒന്നിച്ച് പഠിച്ച് കഷ്ടപ്പെട്ട് ജയിച്ചു വന്നത്. പഠിക്കുന്ന സമയത്ത് ഇവിടെ വരുമായിരുന്നു +2? വരുമായിരുന്നു. അവധിയുള്ളപ്പം അല്ലെങ്കിൽ ഞങ്ങളങ്ങ് ചെന്ന് കൊണ്ടുവരുന്നു. എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? ഞങ്ങൾ രാത്രി ഒരു 10:15 അറിഞ്ഞു. ഇളയ എൻ്റെ കൂടെ താമസിക്കുന്നവനോട് അവൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു, ഇന്നുപോലെ മകന് അച്ഛനെ ഞങ്ങൾ വിളിക്കുന്നത്. അച്ചു മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്, എന്തോ ഒരു മേലാഴിയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ എന്നോട് രൂപയൊക്കെ ചോദിച്ചു. ഞാൻ കയ്യിൽ നിന്ന് രൂപയൊക്കെ എടുത്ത് കൊടുത്തു പോയപ്പോൾ പറഞ്ഞു, അച്ചു ഈ രൂപ തന്നോട് കാര്യമല്ല, അച്ചു പോയെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറയായിരുന്നു. ഇപ്പം അച്ഛനും അമ്മയും ഉള്ളത് വണ്ടാനത്താണ്. എല്ലാവരും അവിടെ ഉണ്ട്. അവൻ്റെ ബന്ധുക്കാരും അമ്മാവനും ഒക്കെ ഉണ്ട് അവിടെ. തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് മറ്റക്കരയിലെ ഈ വീട്ടിലേക്ക് ഈ വാർത്ത എത്തുന്നത്. ഇവിടെ ദേവനന്ദൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ ഉണ്ട്. എങ്ങനെയാണ് ഇവിടെ സംസ്കാര ചടങ്ങുകളൊക്കെ ആലോചിച്ചിട്ടുള്ളത്? നാളെ 2 മണിക്കാണ് വെച്ചിരിക്കുന്നത്. ഇന്ന് ഇപ്പം ഏകദേശം 4 മണിയോട് കൂടി വണ്ടാനത്തെ പൊതുദർശനം കഴിഞ്ഞ് വീട്ടിലെത്തും. അത് കഴിഞ്ഞാൽ നാളെ 2 മണിക്ക് വീട്ടിൽ സംസ്കാരം വെച്ചിരിക്കുന്നു. നന്നായി പഠിക്കാൻ കഴിവുള്ള നന്നായി പഠിക്കാൻ കഴിവുള്ളൊരു കുട്ടിയാണ്. ഞങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ സിനിമ കാണാൻ പോയതല്ലേ. ഏതായാലും ഈ കുടുംബത്തിനെ സംബന്ധിച്ച് തീർത്താൽ തീരാത്ത സങ്കടത്തിലാണ്. സംസ്കാര ചടങ്ങുകൾ നാളെയായിരിക്കും ഇവിടെ നടക്കുക.